ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ്. കഴുത്തിന് ക്ഷതമുണ്ട്. നിലവിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. 11 അംഗങ്ങൾ അടങ്ങിയ ടീമാണ് മെഡിക്കൽ ബോർഡിൽ ഉള്ളത്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, ഇന്നലെ തന്നെ ക്ഷതമുണ്ട് എന്നുള്ള റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് വന്നിരുന്നു. ഇന്നിപ്പോൾ പുതുതായി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടായ ക്ഷതമാണ്? എന്താണ് ക്ഷതവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം? ഈ മെഡിക്കൽ ടീമിന്റെ യോഗം ചേരുകയും മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തത്. രാവിലെ തന്നെ മന്ത്രിയെ വിവിധ വിഭാഗത്തിലെ മേധാവിമാർ നേരിട്ട് ചെന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. ന്യൂറോ സർജൻ, അതുപോലെ തന്നെ കാർഡിയോളജി, ENT, അതുപോലെ തന്നെ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, RMO തുടങ്ങിയിട്ടുള്ള അവരുടെ നേതൃത്വത്തിലുള്ള 11 അംഗങ്ങളുള്ള മെഡിക്കൽ ടീമാണ് മന്ത്രിയെ വിശദമായ രീതിയിൽ പരിശോധിച്ചത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം മെഡിക്കൽ ബുള്ളറ്റിൻ 1 മണിയോടുകൂടി മാത്രമേ പുറത്തേക്ക് ലഭിക്കുകയുള്ളൂ. വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ആയിരിക്കും എന്നുള്ള അറിയിപ്പ് നമുക്കുണ്ട്. മന്ത്രിയുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ്. കഴുത്തിലെ ക്ഷതമാണ് കടുത്ത വേദന ഉണ്ടാക്കുന്നത്. കഴുത്തിൻ്റെ ഞരമ്പിന് ചെറിയ രീതിയിലുള്ള ഇന്നലെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നൽകിയ മരുന്നിൻ്റെയൊക്കെ ഭാഗമായി അല്പം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും 1 മണിയോടുകൂടി വളരെ വിശദമായ രീതിയിലുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അത് പറയുമ്പോഴും മന്ത്രി ഇന്ന്, അതായത് പരിക്ക് സാധാരണ രീതിയിലുള്ള ഒരു നിസ്സാരമായ പരിക്കായി കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് കടുത്ത വേദനയുണ്ട്. യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ആശുപത്രിയിൽ, അതായത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരും. ആശുപത്രി വിടുകയില്ല. ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി ഇപ്പോൾ എന്തായാലും ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ മെഡിക്കൽ യോഗം ചേർന്നതിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് മന്ത്രി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരും. വേണമെങ്കിൽ മറ്റ് മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ട് കൂടുതൽ വിദഗ്ധമായ രീതിയിലുള്ള ചികിത്സകൾ ആവശ്യമാണ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് കാര്യമായ പരിക്കുണ്ട്, കടുത്ത വേദന അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിയുടെ ഈ പറയുന്ന കഴുത്തിൻ്റെ ഭാഗത്തെ നെർവിന് ചെറിയ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ നീർവീക്കം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം ഈ പറയുന്ന മെഡിസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത് അല്പം കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി ഭേദമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ക്ഷതവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിന്റെ പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.